അത് അദ്ദേഹത്തോട് തന്നെ ചോദിക്കേണ്ടതാണ്. SFI എന്ന് പറയുന്നത് ഒരു സ്വതന്ത്ര വിദ്യാർത്ഥി പ്രസ്ഥാനമാണ്. അതിനെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്ത അഭിപ്രായങ്ങൾ പല സംഘടനയിലുള്ള ആളുകൾക്കുണ്ടാവും, പാർട്ടിക്കാർക്കും ഉണ്ടാവും. ഞങ്ങളുടെ പാർട്ടിയല്ലല്ലോ CPI വേറൊരു പാർട്ടി, ഞങ്ങൾ വേറൊരു പാർട്ടി. അവിടെ വിദ്യാർത്ഥി പ്രസ്ഥാനമുണ്ട്, AISF. സ്വാഭാവികമായിട്ടും അതൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും. അതൊക്കെ പോകാൻ ആവശ്യമായ നിലപാടാണല്ലോ സ്വീകരിച്ചു പോകേണ്ടത് ഇടതുപക്ഷ ശക്തികൾ എന്ന രീതിയിൽ. അതാണ് ആ സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കാനുള്ളത്. അത് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടല്ലേന്ന്. SFI ഇത്തരം സംഘടിതമായ പ്രസ്ഥാനം എന്ന രീതിയിൽ കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളിലും എല്ലാ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലും വലിയ മുന്നേറ്റം നടത്തിയൊരു പ്രസ്ഥാനമല്ലേ. ആ പ്രസ്ഥാനത്തോട് നിരവധിയായ സന്ദർഭങ്ങളിൽ സംഘടനാപരമായും രാഷ്ട്രീയവുമായും ഒക്കെ അതിശക്തിയായിട്ടുള്ള വിയോജിപ്പ് പ്രകടിപ്പിച്ചവരുണ്ട്. അവരിപ്പോഴും പ്രചരിപ്പിക്കുന്നുണ്ടാവും. അതിനെന്താ അത്ഭുതപ്പെടാനുള്ളത്? ഞാനിപ്പോൾ അതിന്റെ യോജിപ്പാണോ അല്ല യോജിക്കുന്നില്ല എന്നല്ല ഇവിടെ പ്രശ്നം. അതായത് CPI ഒരു പാർട്ടി എന്ന രീതിയിലും AISF വേറൊരു വിദ്യാർത്ഥി പ്രസ്ഥാനം എന്ന രീതിയിലും അവർ പ്രതികരിക്കുന്നുണ്ട്. ആ പ്രതികരണം വിദ്യാർത്ഥി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു തർക്കമില്ല. അതെല്ലാം നല്ല രീതിയിൽ ചർച്ച ചെയ്ത് പരിഹരിച്ചു പോകേണ്ടതാണ്. പദാനുപദത്തിനൊന്നും ഞാനിപ്പോൾ മറുപടി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനം എന്ന രീതിയിൽ CPIയും CPIMഉം പ്രധാനമായ രണ്ട് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ്. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായിട്ടുണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെ കേരളത്തിൽ പരിഹരിക്കുന്നതിനു വേണ്ടിയുള്ള സംവിധാനം നമുക്കുണ്ട്. ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. അപ്പൊ എല്ലാ കാര്യങ്ങളും മുന്നണിയിൽ ചർച്ച ചെയ്ത് ആവശ്യമായ രീതിയിൽ പരിഹാരം തേടുക എന്നുള്ള നിലപാടാണ് യഥാർത്ഥത്തിൽ സ്വീകരിക്കേണ്ടത്. അത്രയേ ഉള്ളൂ. സ്വർണം പൊട്ടിക്കൽ സംഭവം ഉൾപ്പെടെയുള്ള ഒരു കാര്യത്തോടും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൃത്യമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. തെറ്റായ പ്രവണതയുള്ള എല്ലാറ്റിനെയും പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. മുമ്പേ ഒഴിവാക്കി, വർഷങ്ങൾക്ക് മുമ്പ്. ആ പ്രവണത മനസ്സിലാക്കിയ ആ ഘട്ടം മുതൽ അവരുമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് യാതൊരു ബന്ധമില്ല. ഞങ്ങളിത് പരസ്യമായിട്ട് പറയുക മാത്രമല്ല, പ്രചരണ ജാഥ നടത്തിയിട്ട് ജനങ്ങളുടെ മുമ്പിൽ ഒരു പുതിയ അപബോധം ഉണ്ടാക്കി, ഓരോരുത്തരെയും പേര് പറഞ്ഞുകൊണ്ട് തന്നെ. അതുകൊണ്ട് തെറ്റായ ഒരു പ്രവണതയെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് അംഗീകരിക്കുന്ന നിലപാടില്ല. അത് കണ്ണൂരുമില്ല. അത് ആരുടെ പ്രതികരണത്തെ പറ്റിയല്ല ഞാനിവിടെ പറഞ്ഞത്. ഞങ്ങളുടെ അടുത്ത നിലപാടെന്താണെന്നാണ്. ഞങ്ങളുടെ പാർട്ടി ഒരു തരത്തിലും സ്വർണം പൊട്ടിക്കൽ ഉൾപ്പെടെയുള്ള തികച്ചും ക്രിമിനലായ, തികച്ചും ഒരാൾക്കും ഒരു രാജ്യത്തിനും അംഗീകരിക്കാൻ കഴിയാത്ത നിലപാട് സ്വീകരിക്കുന്നവരോട് വിട്ടുവീഴ്ച ചെയ്യുന്ന പ്രസ്ഥാനമല്ല CPIM. അവർക്കാർക്കും ഈ പാർട്ടിയിൽ സ്ഥാനമില്ല. ആ ഉറച്ച നിലപാടാണ് പാർട്ടി എടുത്തിട്ടുള്ളത്. ഇനി അതിനെ എടുക്കുക. അതിനെ ഒരു സംശയം നിങ്ങൾക്ക് ഉണ്ടാവേണ്ടിയില്ല.